ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും മുന്നിൽ ആ പാദസരം അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. അരവിന്ദ് ശ്രേയയുടെ കാലിൽ കെട്ടിയ ആ പാദസരം ചാരുവിൻ്റെ കയ്യിൽ കണ്ടതോടുകൂടി ഹേമയും അരവിന്ദനും എല്ലാവരും അതിശയിച്ചു പോവാണ്. അപ്പോൾ ആകാശം ബാലനും ചോദിക്കുകയാണ്, എവിടെ നിന്നാണ് നിനക്ക് ചാരു ഇത് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ ചാരു പറയണേ, എനിക്ക് ഒരു പിച്ചക്കാരിയുടെ തട്ടിൽ നിന്നാണ് ഇത് കിട്ടിയത്. അത് കേട്ടതോടുകൂടി അരവിന്ദും ഹേമയും അങ്ങ് അതിശയിച്ചു പോവാണ്. അപ്പോൾ ശ്രേയ ഞങ്ങളെ എല്ലാവരെയും ചതിക്കുകയാണല്ലോ എന്നുള്ള ഭാവത്തിലിട്ടോ. അങ്ങനെ ആകാശിൻ്റെ കയ്യിലുള്ള പാദസരം അരവിന്ദ് അങ്ങ് വാങ്ങുകയാണ്. അങ്ങനെ ആകാശ് കളിയാക്കാൻ പറ്റുന്നിടത്തോളം അരവിന്ദിനെയും ഹേമയെയും വല്ലാതെ കളിയാക്കി കൊണ്ട് സംസാരിക്കണം. അപ്പോൾ ആകാശിൻ്റെ ആ കളിയാക്കലിൻ്റെ സംസാരം കേട്ടിട്ട് ഹേമയ്ക്കും അരവിന്ദിനും നല്ല ദേഷ്യം വരാൻ കേട്ടോ. അപ്പോൾ ബാലൻ ഇതൊക്കെ കാണുമ്പോൾ പുഞ്ചിരിയോട് കൂടി അങ്ങനെ തന്നെ വേണം അമ്മയ്ക്കും മോനും എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ചാരു പറയണേ, വേണ്ട അക്കു ചേട്ടാ എന്ന് പറയുമ്പോൾ ആകാശ് പറയണേ, അതല്ല കാക്കോത്തി, ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇതെങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ തന്നെ ഒരു ഗസ് വെച്ച് പറഞ്ഞു തരാം. ഇവൻ ഇത് കൊണ്ട് ചെന്ന സമയത്ത് ശ്രേയയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് അവൾ പല്ലമർത്തിയിട്ടാവും ഇത് കെട്ടാനൊക്കെ അനുവദിച്ചത്. ഇവൻ അത് സന്തോഷത്തിൽ തിരിച്ചു പോരുന്ന സമയത്ത് അവളത് അപ്പുറത്തെ സൈഡിലൂടെ പിച്ചക്കാരിയുടെ തട്ടിലിടുകയും ചെയ്തു. അതാണ് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോഴൊക്കെ ഹേമയും അരവിന്ദും ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടത് കൊണ്ട് തലയും താഴ്ത്തി നിൽക്കുക. ആകാശിൻ്റെ സംസാരം കേട്ട് ഹേമക്ക് ദേഷ്യം പിടിച്ചിട്ട് മതിയടാ നിർത്തടാ എന്ന് പറയുമ്പോൾ, അതെങ്ങനെ ശരിയാവും അമ്മേ, ഇത്രയും നേരം ഇവനിവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്, അപ്പോഴൊന്നും നിർത്താനൊന്നും പറഞ്ഞില്ലല്ലോ, ഇപ്പം ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അപ്പോഴത്തേക്ക് അമ്മ നിർത്താൻ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അപ്പോൾ ബാലൻ പറയണേ, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ വിവാഹം നടത്താൻ നിങ്ങൾ നിൽക്കണ്ട എന്ന്. പക്ഷേ അപ്പോൾ ആരതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ലല്ലോ. ബന്ധം നമുക്ക് യോജിച്ചതല്ല എന്നുള്ളത് എത്ര തവണയായി ഇവരോട് പറയുന്നു. ഞാൻ കരുതിയത് ആ PWD എഞ്ചിനീയർ കല്യാണം കഴിഞ്ഞ ശേഷമായിരിക്കും ഇവനുള്ള തിരിച്ചടി കൊടുക്കുക എന്നാണ്. പക്ഷേ അതിൻ്റെ മുന്നേ തന്നെ ഇവനുള്ള തിരിച്ചടി അവൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും അവരവർക്ക് മനസ്സിലായാൽ അത് അവനവനെ തന്നെയാണ് ഗുണം. അത് കേട്ടപ്പോൾ അരവിന്ദ് ദേഷ്യം പിടിച്ചിട്ട്, മാഷേ മതി നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഒച്ചയെടുത്ത് സംസാരിക്കുമ്പോൾ, ഞാൻ നിന്നെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി സംസാരിച്ചതല്ല, ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയാണ്. ശരിയും തെറ്റും കണ്ടപ്പോൾ നിനക്ക് പറഞ്ഞു തന്നതാണ്. നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നീ അനുഭവിക്കാനുള്ളതൊക്കെ നീ അനുഭവിക്കും. അപ്പോൾ ചാരു പറയണ, അരവിന്ദേട്ടാ, ഞങ്ങളെല്ലാവരും അരവിന്ദേട്ടൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നതും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതും. ഇനിയെങ്കിലും അരവിന്ദേട്ടന് ഇതിലൂടെ മനസ്സിലായില്ലെങ്കിൽ അരവിന്ദേട്ടൻ്റെ മനസാക്ഷി എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാൻ തീരുമാനിക്കൂ. ശ്രേയ അരവിന്ദേട്ടനെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം തന്നെ വേറെയാണ്. നിങ്ങളോട് എത്ര ഞങ്ങൾ പറഞ്ഞു തന്നാലും നിങ്ങൾക്കതൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ആകാശ് പറയണേ, നീ ഇപ്പോൾ അവളുടെ കാലിലാണ് ഈ പാദസരം അണിയിച്ചു കൊടുത്തത്, അത് അവൾ സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പം പിന്നെ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് അവൾ അത് അംഗീകരിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് മറുപടി തരണമെന്നില്ല. പക്ഷേ നിങ്ങൾ തന്നെ ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്ക്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കി കളയണ്ട എന്നൊക്കെ ചാരുവും പറയട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും മാറി മാറി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഹേമക്കും അരവിന്ദനും ഇവർ പറയുന്നതിലും കാര്യമുണ്ട് എന്നൊക്കെ മനസ്സിലാവാണ്. അങ്ങനെ ഹേമ പറയണേ, എടാ അരവിന്ദ്, നീ എന്നോടൊപ്പം വാ, ഇതിനൊരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാക്കിയേ മതിയാവൂ എന്നും പറഞ്ഞ് കയ്യിലുള്ള ആ പാദസരവുമായിട്ടാണ് ഹേമയും അരവിന്ദും നേരെ ശ്രേയയുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ നല്ല ദേഷ്യത്തിലാണ് ഹേമയും അരവിന്ദും അവിടേക്ക് ചെല്ലുന്നത്. അപ്പോൾ ശ്രേയയുടെ അമ്മയാണ് കതക് തുറന്നു കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും അവരോട് നല്ല ദേഷ്യത്തിലാണ് കേട്ടോ ഹേമയും അരവിന്ദും സംസാരിക്കുന്നത്. ശ്രേയ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ശ്രേയ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്താ ആൻറ്റി, പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ, എനിക്കൊരു കോള് പോലും ചെയ്തില്ലല്ലോ, എന്താ ആൻറ്റി പെട്ടെന്ന് വന്നത്? അപ്പോൾ ഹേമ പൊന്നു എന്ന് വിളിച്ചതോടുകൂടി അരവിന്ദ് പറയണേ, മതി പൊന്നു കിന്നു എന്നൊക്കെ വിളിച്ചത്, ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നത് ഈ കല്യാണം നടക്കില്ല എന്ന് പറയാൻ വേണ്ടിയാണ്. അത് കേട്ടപ്പോൾ ശ്രേയയും ശ്രേയയുടെ അമ്മയും അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ ശ്രേയ ഇവരുടെ വരവ് കാത്ത് പ്രതീക്ഷിച്ച് തന്നെയാണ്, എല്ലാം മനസ്സിൽ തയ്യാറാക്കിയിട്ട് തന്നെയാണ് ശ്രേയ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ശ്രേയ, എന്ത് പറ്റി, എന്താ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പോൾ ശ്രേയയുടെ അമ്മ, എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായോ? എന്താ പെട്ടെന്ന് കല്യാണം വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത്? എന്താണ് കാരണം? എന്ത് കാരണമാണെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാം. അപ്പോൾ ശ്രേയ പറയണേ, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്, എന്തിനാണ് ഇപ്പോൾ ഈ കല്യാണം നിർത്തണം എന്നൊക്കെ നിങ്ങൾ പറയുന്നത്, എന്താണ് കാരണം? അപ്പോൾ അരവിന്ദ് പറയണേ, എന്തിനാണാവോ ഈ കല്യാണം നടത്തുന്നത്? അത് കേട്ടപ്പോൾ ശ്രേയ തന്നെ അങ്ങ് ഞെട്ടാണ്. അരവിന്ദിൻ്റെ പെട്ടെന്നുള്ള ആ ദേഷ്യത്തിലുള്ള മറുപടി കേട്ടപ്പോൾ, അരവിന്ദ്, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി അല്ലല്ലോ നിങ്ങൾ പറയുന്നത്, എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് ബഹളം വയ്ക്കുന്നത്? എന്താണ് കാര്യം? എന്തിനാണാവോ മാഡം ഇങ്ങനെ അഭിനയിക്കുന്നത്? നിങ്ങളുടെ അഭിനയമൊക്കെ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. എന്നെ
ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വെറുതെ എന്തിനാണ് എൻ്റെ മുന്നിൽ അഭിനയിക്കുന്നത്? എന്തിനാണ് എന്നെ വെറും ഒരു പൊട്ടനാക്കുന്നത്? അപ്പോൾ ശ്രേയയുടെ അമ്മ എന്താ പറ്റി അരവിന്ദ്, എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? മതി, നിങ്ങളുടെ അഭിനയവും കുറച്ച് കൂടുതലാണ്. മതി, നിർത്തിയേക്ക്. നിങ്ങൾ ഇനി ഒരു അക്ഷരം മിണ്ടരുത്. അപ്പോൾ ഹേമ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ശ്രേയ ചോദിക്കുകയാണ്, അല്ല ആൻറ്റി എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എന്തിനാണ് അരവിന്ദ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്താണെന്നുള്ളത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോൾ അരവിന്ദ്, ഞാൻ മനസ്സിലാക്കി കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിലുള്ള ആ പാദസരം എടുത്തങ്ങ് ശ്രേയയുടെ മുന്നിൽ അങ്ങ് കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ശ്രേയ അങ്ങ് പെട്ടെന്ന് ഞെട്ടിപ്പോവാണ്. അഭിനയിച്ചിട്ടാണ് ശ്രേയ നിൽക്കുന്നത്. എന്നിട്ട് അരവിന്ദ് ചോദിക്കുകയാണ്, ഇപ്പം മനസ്സിലായില്ലേ ഞാൻ ഇവിടെ വന്ന് ദേഷ്യപ്പെടുന്നതിൻ്റെ കാരണവും ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാരണവും നിങ്ങൾക്കിപ്പോൾ വ്യക്തമായി മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് കാരണം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പാദസരം കണ്ടപ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ എന്തിനാണ് നിങ്ങൾ എന്നോട് ഈ ചതി ചെയ്തത്? നിങ്ങൾ എന്നെ ഇങ്ങനെ അഭിമാനിക്കരുതായിരുന്നു. അപ്പോൾ ഹേമ പറയണ, നിനക്ക് ഈ പാദസരം പറ്റിയില്ലെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? നീ എന്തിനാണ് അത് പിച്ചക്കാരിയുടെ തട്ടിലിട്ട് കൊടുത്തത്? എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഞങ്ങളോടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? അപ്പോൾ മതി, നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അരവിന്ദ് പറയണം, എന്ത് നിർത്തുന്നു? പറയാൻ തുടങ്ങിയിട്ടുള്ളൂ. എന്നോട് എൻ്റെ അനിയൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഞാൻ ഇട്ട് തന്ന, ശ്രേയയുടെ കാലിൽ ഇട്ട് തന്ന ആ പാദസരം പോലും അവൾക്ക് അണിയാൻ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നീ കെട്ടിയ താലി അവൾ കഴുത്തിൽ അണിയുക എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ മുന്നിൽ എനിക്ക് ഉത്തരം മുട്ടി നിൽക്കുകയാണ് ഞാൻ. ശ്രേയ പറയണേ, ഇല്ല അരവിന്ദ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വേണ്ട, മതി, കൂടുതൽ നിങ്ങൾ സംസാരിക്കണ്ട. അപ്പോൾ ഹേമ പറയണേ, നീ ഭിക്ഷക്കാരിയുടെ തട്ടിൽ ആ കുലിസ് ഇട്ട് കൊടുത്തത് അത് ചാരു കണ്ടു. കച്ചവടക്കാരി കണ്ട് ആ ഭിക്ഷക്കാരിയുടെ കയ്യിൽ നിന്നും ആ കൊലുസ് വാങ്ങി വീട്ടിൽ വന്ന് വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിയത്. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? നിനക്ക് ഈ പാദസരം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോടൊന്ന് വിളിച്ച് പറയാമായിരുന്നില്ലേ? അല്ലെങ്കിൽ അരവിന്ദിനോടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? നീ എന്തിനാണ് ഭിക്ഷക്കാരിയുടെ നീ ഇത് ഇട്ട് കൊടുത്തത്? ഇപ്പോൾ ഞങ്ങൾക്ക് എന്ത് പറയണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ്. എല്ലാം കുളമാക്കിയില്ലേ എന്ന് പറഞ്ഞതോടുകൂടി ശ്രേയ പറയണേ, ആൻറ്റി, ഈ നിങ്ങളുടെ സംസാരം മുഴുവനും കഴിഞ്ഞോ? ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടോ? എങ്കിൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാം എന്നും പറഞ്ഞ് ശ്രേയ അവിടെയുള്ള സോഫയിൽ അങ്ങ് ഇരിക്കുകയാണ്. എന്നിട്ട് കാലും വെച്ച് ഇരുന്നോട്ട് പറയണ, അരവിന്ദ്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ മുഴുവനായി അങ്ങ് പറഞ്ഞേക്ക്. ഇനി ബാക്കിയൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ ഇനി കുറച്ച് പറയാനുണ്ട്. എന്താണ് ഇനി നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളത്? ഇനി എനിക്ക് ഒന്നും നിങ്ങളോട് സംസാരിക്കാനില്ല എന്ന് അരവിന്ദ് പറഞ്ഞപ്പോൾ, എങ്കിൽ എൻ്റെ ഈ കാലിലേക്കൊന്ന് നോക്ക് എന്ന് പറഞ്ഞ് ആ പാദസരം അങ്ങ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അരവിന്ദ് ഹേമ അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ നീ എൻ്റെ കാലിൽ അണിയിച്ച ഈ പാദസരം ഇപ്പോഴും എൻ്റെ കാലിലുണ്ടല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണാവോ നിങ്ങളുടെ കയ്യിലുള്ള പാദസരമാണ് ഞാൻ ഭിക്ഷക്കാരിയുടെ തട്ടിലിട്ട് കൊടുത്തത് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അപ്പോൾ ഈ കാലിലുള്ള പാദസരം എൻ്റെ കാലിൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചതോടുകൂടി അരവിന്ദും ഹേമയും അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ എൻ്റെ കാലിലുള്ള ഈ പാദസരം ഏതാണെന്നുള്ളത് അരവിന്ദിനോടും ഹേമയോടും ചോദിച്ച സമയത്ത് അവർ തന്നെ അതിശയിച്ചു പോവാണ്. അപ്പോൾ അവരുടെ കയ്യിലുള്ള ആ പാദസരം തന്നെ അതേപോലെയുള്ളത് തന്നെയാണ് ശ്രേയയുടെ കാലിലുമുള്ളത്. അപ്പോൾ ശ്രേയ മനസ്സിൽ ചിന്തിക്കാണ് സംഭവിച്ച കാര്യങ്ങൾ. ചാരു ഭിക്ഷക്കാരിയുടെ കയ്യിൽ നിന്നും ആ പാദസരം വാങ്ങുന്നതും അവർക്ക് പൈസ കൊടുക്കുന്നതും എല്ലാം തന്നെ ശ്രേയ കാറിലിരുന്നു കൊണ്ട് കാറിലെ ബാക്കിലെ കണ്ണാടി വഴി എല്ലാം കാണുന്നുണ്ട്. അത് കണ്ടതോടുകൂടി ഇതിൻ്റെ പേരിൽ വലിയ പ്രശ്നം തന്നെ ചാരു ഉണ്ടാക്കും. ഇത് ചോദ്യം ചെയ്യാൻ അരവിന്ദും ഹേമയും എൻ്റെ വീട്ടിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി ഞാൻ ഇപ്പോഴേ കാണണം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് അതേപോലെയുള്ള ഡിസൈനിലുള്ള പാദസരം പോയി വാങ്ങുകയാണ്. ആ പാദസരം എങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ കാലിൽ വന്നത് എന്നുള്ളതൊക്കെ ശ്രേയ മനസ്സിൽ ചിന്തിക്കാട്ടോ. അപ്പോൾ അരവിന്ദ് ഹേമയോട് പറയണേ, അമ്മേ, ശ്രേയ മേഡത്തിൻ്റെ കാലിലിട്ട് കൊടുത്ത അതേ പാദസരത്തിൻ്റെ മോഡൽ തന്നെയാണല്ലോ ഇതും. അപ്പോൾ ഇതെങ്ങനെ വന്നു? ഓ, ശ്രേയ പറയണ, അരവിന്ദ്, അതേപോലെയുള്ളതല്ല, നിങ്ങൾ ഇട്ട് തന്നത് തന്നെയാണ് എൻ്റെ കാലിലുള്ളത്. അപ്പോൾ ഹേമ ചോദിക്കാൻ, അപ്പോൾ ഈ പാദസരം ഏതാണ്? അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ കല്യാണം മുടക്കാൻ വേണ്ടി ആരാണോ ശ്രമിക്കുന്നത് അവർ തന്നെ വാങ്ങിച്ചതായിരിക്കും ഈ പാദസരം. കല്യാണം നടക്കരുത് എന്നുള്ളത് കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരാണെന്നുള്ളത് ഞാൻ ആൻറ്റിക്ക് പേരെടുത്ത് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അത് കേട്ടപ്പോൾ ഹേമ പറയണ, അപ്പോൾ ആ തുണിക്കച്ചവടക്കാരി മനഃപൂർവ്വം ഞങ്ങളെ പറ്റിക്കുകയാണല്ലേ ചെയ്തത്? അവൾ ഈ ഡിസൈനുള്ള പാദസരം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് നീ അത് ഭിക്ഷക്കാരിയുടെ തട്ടിലിട്ടു എന്ന് പറഞ്ഞ് അവൾ എന്ത് പച്ചക്കള്ളമാണ് പറഞ്ഞത്? അവൾക്കുള്ളത് ഞാൻ കണക്കിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രേയ പറയണ, അവളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവളെക്കുറിച്ച് ശരിക്കും അറിയാവുന്നതല്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും. എന്നിട്ട് നിങ്ങൾ അവളെ കള്ളും പൂട്ടി വിശ്വസിച്ചില്ലേ? അപ്പോൾ പിന്നെ ആരുടെ അടുത്താണാവോ തെറ്റുള്ളത്? ഹേമ പറയണ,
പറയാണ്, അത് പിന്നെ പൊന്നു, ഞങ്ങളുടെ മുന്നിൽ ആ തുണിക്കച്ചവടക്കാരി ഈ പാദസരം കൊണ്ടു തന്നപ്പോൾ എൻ്റെ കാലിൽ അരവിന്ദ് കെട്ടിയ അതേ പാദസരം തന്നെ എന്ന് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ അങ്ങ് വിശ്വസിച്ചു പോയി. ശ്രേയ പറയണേ, ഞാൻ നിങ്ങളോട് ആദ്യം മുതലേ പറയുന്നതല്ലേ, ആകാശും ചാരുവും ഈ കല്യാണം മുടക്കാൻ വേണ്ടി അവരെ കൊണ്ട് കഴിയുന്നത് പോലെ ശ്രമിക്കുമെന്നുള്ളത്. അവളെ നിങ്ങൾ ആരും അങ്ങനെ വില കുറച്ച് കാണുകയൊന്നും വേണ്ട, അവള് ചില്ലറക്കാരിയൊന്നും. അവളെ നിങ്ങൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ അരവിന്ദ് പറയണേ, എന്നോട് ക്ഷമിക്കണം മാഡം, എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞ് സോറി പറയുകയാണ്. അപ്പോൾ എന്തിനാണ് എന്നോട് അരവിന്ദ് സോറി പറയുന്നത്? പറഞ്ഞതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. ഞാൻ പെട്ടെന്ന് പാദസരം കണ്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായി പോയി, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ദേഷ്യപ്പെട്ടത്. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് എന്ന് പറഞ്ഞ് അരവിന്ദ് ഒരുപാട് തവണ ശ്രേയയോട് സോറി പറയണോ. ശ്രേയ പറയണേ, ഞാൻ നിങ്ങളോട് സോറി പറയാൻ വേണ്ടിയല്ല ഞാൻ നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റ് പറഞ്ഞത്. എപ്പോഴും എന്തിനും ഒരു ക്ഷമ വേണം, എല്ലാതും മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവും വേണം. ഓരോരുത്തരുടെ ജീവിതത്തിലും കല്യാണം എന്ന് പറയുന്നത് ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിന് അങ്ങനെയല്ല. ജീവിക്കാനുള്ള പോരാട്ടത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ വിവാഹം ചെയ്യുന്നത് തന്നെ. നമ്മുടെ കല്യാണം നിർത്താൻ വേണ്ടി പല ആളുകളും പലതും ശ്രമിക്കും. ഈ കല്യാണം നടത്തി തരേണ്ടവർ തന്നെ ഇത് മുടക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവരൊക്കെ പറയുന്നത് കേട്ട് അരവിന്ദ് വെറുതെ എന്നെ സംശയിക്കാൻ നിൽക്കരുത്. ആത്മാർത്ഥമായി വിശ്വസിച്ചവരെ ചതിക്കുന്ന ശീലമാണ് നിങ്ങളുടെ കുടുംബത്തിനുള്ളത്. അത് കേട്ടപ്പോൾ എന്തിനാണ് ശ്രേയ അങ്ങനെ പറഞ്ഞത്, ആകാശിനെ ഉദ്ദേശിച്ചിട്ടാണ് എന്നുള്ള കാര്യം അരവിന്ദിനും ഹേമയ്ക്കും മനസ്സിലാവാണ്. എന്നിട്ട് ശ്രേയ പറയണേ, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇത് അരവിന്ദ്, ഞാൻ നിങ്ങൾക്ക് തരുന്ന ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ് ആണ്. അത് കേട്ടപ്പോൾ അരവിന്ദ് ചെറിയ കുട്ടികളെ പോലെ, ഇല്ല മാഡം, ഇനി എൻ്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ല. ഹേമയും അരവിന്ദും വീണ്ടും ശ്രേയയോട് സോറിയൊക്കെ പറഞ്ഞിട്ടാണ് പോവാൻ ഒരുങ്ങുന്നത്. അപ്പോൾ ശ്രേയയുടെ അമ്മ പറയണേ, ഏതായാലും നിങ്ങളിപ്പോൾ വന്ന സ്ഥിതിക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹസിച്ച സ്ഥിതിക്ക് ഇനി ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാം. അപ്പോൾ അരവിന്ദ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന സമയത്ത് ഹേമ പറയണേ, ഇല്ല, ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ചെല്ലണം, എന്നിട്ട് ആ തുണിക്കച്ചവടക്കാരിക്ക് 2 കൊടുക്കണം, എന്നാലാണ് എനിക്കിത് ആശ്വാസമുണ്ടാവൂ എന്നും പറഞ്ഞ് അരവിന്ദിനെയും വിളിച്ചുകൊണ്ട് ഹേമ അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ ശ്രേയ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടത്തിയ ശേഷമാണ് വീണ്ടും ചാരുവിനെ തോൽപ്പിച്ചു എന്നുള്ള അഹങ്കാരത്തിലാണ് കേട്ടോ ശ്രേയ നിൽക്കുന്നത്. അങ്ങനെ ദേഷ്യം പിടിച്ച് ഹേമയും അരവിന്ദും വീട്ടിലെത്തിയ ശേഷം ചാരുവിനെ അലറിങ്ങോണ്ട് വിളിക്കുകയാണ്. എടി തുണിക്കച്ചവടക്കാരി എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ടാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ ഹേമയുടെ ആ ഒരു സൗണ്ടൊക്കെ കേട്ടിട്ട് എല്ലാവരും പുറത്തേക്ക് വരികയാണ്. ബാലനും ആകാശും അങ്ങനെ എല്ലാവരും വരികയാണ് കേട്ടോ. എന്നിട്ട് ഹേമയും അരവിന്ദും ചാരുവിൻ്റെ നേരെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്, ദേഷ്യപ്പെടുകയാണ്. നീ എന്താണ് ഞങ്ങളെക്കുറിച്ച് കരുതിയത്? ആ മേഡത്തെ വെറുതെ ഞങ്ങൾ സംശയിച്ചില്ലേ? ഈ കാരണമല്ലേടി മേഡത്തെ സംശയിച്ച് ഞങ്ങൾ അവിടെ പോയി ചോദ്യം ചെയ്തത്. നീ എന്താടി പറഞ്ഞത്? ഞാൻ കെട്ടിക്കൊടുത്ത പാദസരം പിച്ചക്കാരിയുടെ തട്ടിലിട്ടു എന്നോ? എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ മേഡത്തിൻ്റെ കാലിൽ ഞാൻ കെട്ടിക്കൊടുത്ത പാദസരം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കത് കാണിച്ചു തന്നു. അതോടുകൂടി മേഡത്തിനോട് എന്ത് പറയണമെന്നറിയാതെ ഞങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടി. മേഡമായതുകൊണ്ടാണ് ഞങ്ങളോട് ക്ഷമിച്ചത്. നിങ്ങൾ 2 പേരും കൂടി നടത്തിയ ഈ നാടകം ഞങ്ങളാരും കണ്ടുപിടിക്കില്ല എന്ന് കരുതിയല്ലേ? അപ്പോൾ ആകാശ് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്തിനാണാവോ നാടകം കളിക്കേണ്ട ആവശ്യം? നിങ്ങൾക്ക് 2 പേർക്കുമല്ലേ എൻ്റെ കല്യാണം നടക്കരുത് എന്ന ആഗ്രഹം. ഞാനും മേഡവും തമ്മിലുള്ള കല്യാണം നടക്കരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നീയാണ്. പിന്നെ ഇവളെ ഞാൻ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് മണ്ഡപത്തിൽ നിന്ന് ഞാൻ പോയതുകൊണ്ട് അവൾക്ക് അതിനുള്ള ദേഷ്യവും എന്നോടുണ്ട്. അത് 2 പേരും കൂടി ചേർന്ന് എൻ്റെ അടുത്ത് തീർക്കാൻ നോക്കിയതല്ലേ. എൻ്റെ മനസ്സ് മാറ്റി മേഡത്തെ ഞാൻ വിവാഹം കഴിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ നിങ്ങളീ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ നേരെ അരവിന്ദ് അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് കേട്ടോ. ഒപ്പം ഹേമയുമുണ്ട്. അപ്പോൾ ഇവളെ എനിക്ക് കാണുമ്പോൾ കൊന്നു കളയാനാണ് തോന്നുന്നത് എന്നൊക്കെയാണ് ദേഷ്യപ്പെട്ട് പറയുന്നത്. അപ്പോൾ ചാരുവിൻ്റെ കണ്ണിലാണെങ്കിലും വെള്ളം നിറയുകയാണ്. ഇവർക്ക് എങ്ങനെ ഇനി പറഞ്ഞ് വിശ്വസിപ്പിച്ചു കൊടുക്കും എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ ചാരു പറയണേ, നിങ്ങളെ ശ്രേയ നന്നായിട്ട് തന്നെ പറ്റിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം തന്നെ സത്യമാണ്, ഞാൻ കണ്ടതും സത്യമാണ്. അരവിന്ദേട്ടൻ ഇട്ടുകൊടുത്ത പാദസരമാണ് പിച്ചക്കാരിയുടെ തട്ടിൽ, അത് ശ്രേയ ഇട്ടത്. ഞാൻ അതാണ് ഇവിടെ കൊടുന്ന് കാണിച്ചു തന്നതും നിങ്ങൾക്കത് തന്നതും. ഇതെല്ലാം സത്യമാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ സത്യമാണ് പറയുന്നത്. അപ്പോൾ അരവിന്ദന് അത് കേട്ടപ്പോൾ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. വേണ്ടടി, ഇനി കൂടുതൽ വിശ്വസിപ്പിക്കേണ്ട. നിന്നെയും ഇവനെയും ഞങ്ങൾക്ക് ശരിക്കും അറിയാം. ഇനി നീ ഒരക്ഷരം മിണ്ടിയാലുണ്ടല്ലോ നിന്നെ ഞാൻ അടിച്ച് നിന്റെ കരണം പൊട്ടിക്കും എന്നും പറഞ്ഞ് അരവിന്ദ് ചാരുവിനെ അടിക്കാൻ കൈ ഓങ്ങാൻ കേട്ടോ. അപ്പോഴത്തേക്കും ആകാശിന് ദേഷ്യം പിടിച്ച്
അരവിന്ദൻ്റെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കേട്ടോ. അതോടുകൂടി നീ എന്നെ അടിച്ചില്ലടാ എന്നും പറഞ്ഞ് ആഘോഷിനെ തിരിച്ചും അരവിന്ദ് അടിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കാവുകയാണ് കേട്ടോ. എന്നിട്ട് എല്ലാവരും കൂടി രണ്ടുപേരും കൂടി അവർ മാറ്റുകയാണ്. ബാലനും അരവിന്ദനെ മാറ്റുകയാണ്. ആകാശിനെ ചാരുവും പിടിച്ചു മാറ്റുകയാണ്. എന്നിട്ട് ബാലൻ ഒച്ച എടുത്തുകൊണ്ട് പറയണേ, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും, എന്നെ അങ്ങ് അടിച്ചു കൊന്നേക്ക്. എന്നാൽ പിന്നെ എനിക്കിതൊന്നും കാണണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചത്? എന്തിനാണ് നിങ്ങൾ എപ്പോഴും വഴക്കുണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ബാലനും അവരുടെ നേരെ ഒച്ച എടുത്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.